2023 മെയ്യിൽ മലേഷ്യയിലേക്ക് വീട്ടുജോലിക്കായി പോയ എറണാകുളം സ്വദേശി ശാലിനിയാണ് ഇന്ന് അവർക്കുണ്ടായ ദുരനുഭവം പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. മലേഷ്യയിൽ നിന്നും എങ്ങനെയൊക്കെയോ നാട്ടിലെത്തിയ ശാലിനിക്ക് നഷ്ടപ്പെട്ടത് വിലയേറിയ ഒരു വർഷവും അതുകൂടാതെ താൻ അത്രയും നാളും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യവുമാണ്. ഇത് മാത്രമല്ല ശാലിനിക്ക് നമ്മോട് പങ്കുവയ്ക്കാനുള്ളത്. ഇതേ അവസ്ഥയിൽ അവിടെ കഴിയുന്ന സഹോദരി നീതുവിനെ കുറിച്ചുമാണ്. എന്താണ് ശാലിനിക്ക് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടുന്ന് മലേഷ്യയിലോട്ട് ഒരു ജോലിക്ക് ഒരാൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് പറയുന്നത്. ഞാൻ ഹരിതകർമ്മസേനയിൽ ജോലി ചെയ്യണേന് ഇവിടെ നാട്ടില്. അപ്പൊ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞ മലേഷ്യയിലോട്ട് ഇങ്ങനെ ഒരു ജോലിക്ക് കുഞ്ഞിനെ നോക്കാൻ ഒരു ആളെ വേണം, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണായിരുന്നു. എൻ്റെ വീടാണെങ്കിൽ മോളുടെ കല്യാണത്തിന് ആധാര സൊസൈറ്റി വെച്ച് അത് അടയ്ക്കാൻ പറ്റാതെ ഇങ്ങനെ പുതുക്കി വെക്കണ സമയത്താണ് ഇയാൾ ഇത് പറയണം. അപ്പം ഞാൻ അങ്ങോട്ട് പറയുവാണ്, ഞാൻ പൊയ്ക്കോളാം, 40,000 രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞു, കുഞ്ഞിനെ നോക്കാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞ് അന്ന് തന്നെ പാസ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് കോപ്പി കൊടുക്കുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തു. അപ്പം തന്നെ എല്ലാം അയച്ചു കൊടുത്തു. അപ്പം തന്നെ അയാൾ വിളിച്ചു, മധുരയിലുള്ള ഒരു രവിചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഏജന്റ്. അപ്പോൾ ഈ ജോഷി ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ, രവീനെ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്, ശാലിനി ഒന്നും പേടിക്കേണ്ട, 100% നമുക്ക് വിശ്വസിക്കാം. അയാൾ എൻ്റെ അടുത്ത് ഒറിജിനൽ പാസ്പോർട്ട് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒറിജിനൽ എന്തിനാ കൊടുക്കണേ, കോപ്പി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല ഒറിജിനൽ കൊടുത്തോ, ശാലിനി ഒന്നും പേടിക്കേണ്ട, 100% ഞാൻ ഗ്യാരണ്ടിയാണ്, രവീനെ പേടിക്കേ വേണ്ടെന്ന് പറഞ്ഞു. കൊടുത്തു. എനിക്കറിയാൻ പാടില്ല എന്തോ അങ്ങനെ പെട്ടെന്ന് എല്ലാം ചെയ്തു. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ് നീതു. അവൾക്കും കുറച്ച്, അവളുടെ ഭർത്താവ് നട്ടല് സുഖമില്ലാത്ത ആളാ. അപ്പൊ അവൾക്കും കുറച്ച് കടമൊക്കെ ഉണ്ടായിരുന്നു സ്ഥലം വാങ്ങിച്ചതിൻ്റെ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു 2 വർഷമല്ലേടി, നമുക്ക് പോകാന്ന് പറഞ്ഞു. അവൾക്കാണെങ്കിൽ എറണാകുളത്ത് വളവിയിൽ ജോലി ഉണ്ടായിരുന്നേന്, അവളെയും പറഞ്ഞ് കൊണ്ടുവന്ന് ഞാനാണ് അവളെ ഇയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് 2 പേരെ അയാൾ പടപടയെന്ന് കൊണ്ടുപോകാൻ റെഡിയായി. ട്രിച്ചിന്നാ കൊണ്ടുപോകണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചിയിലല്ലേ എയർപോർട്ടുള്ള, ഇവിടുന്ന് പോണേലേ നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അവിടെ വരണമെന്ന് പറഞ്ഞു. എഗ്രിമെന്റ് സൈൻ ചെയ്യാനുണ്ട്, നിങ്ങൾ അവിടെ സേഫായിട്ട് ഇരിക്കണം, എല്ലാം എനിക്കറിയണം, ഒന്നും പേടിക്കണ്ട, അവിടെ ഇവിടെ എല്ലാം എൻ്റെ രവിച്ചേട്ടൻ്റെ ആളാന്ന് പറഞ്ഞാൽ മതി, എനിക്ക് അവിടെ ആളുണ്ട്, എല്ലാം സേഫാണ്, എപ്പോഴും ഓക്കെ എന്ന് പറയുള്ളൂ. അയാളുടെ വർത്തമാനം നമ്മളെല്ലാം വിശ്വസിച്ചു. അതുപോലെ അയാളുടെ സംസാരം പറഞ്ഞു. ഞങ്ങളെ 2 പേരെയും കൊണ്ടുപോയി, ഞാനും എൻ്റെ മകനും മരുമോനും കൂടിയാണ് ട്രിച്ചി ചെന്ന. അവിടെ ചെന്ന് എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് ഒരു പേപ്പർ സൈൻ ചെയ്യിക്കാൻ കൊണ്ടുവന്നത്. അത് മൊത്തം തമിഴാണ് എഴുതിയിരിക്കണം. ഇതിലെന്താ എഴുതിയിരിക്കണേന്ന് അറിഞ്ഞൂടാ, ഇത് സൈൻ ചെയ്യൂല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് ഒന്നും പേടിക്കാനില്ല ശാലിനി, 2 വർഷം അവിടെ സേഫായിട്ട് ഇരിക്കാൻ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ 1500 അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ശമ്പളം. അപ്പം ഞാൻ ചോദിച്ചു ഈ 1500 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി എത്രയാന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇത് 37,000 രൂപയാണ്. ഇപ്പോൾ ഒരു ഇന്ത്യൻ മണിയുടെ വാല്യൂ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, അത് കുഴപ്പമില്ല, 2 മാസം കൊണ്ട് ശരിയാക്കി കിട്ടും, വേറെ ഒന്നും നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ ഒരാൾക്ക് ഞാൻ ഒരു 5,000 രൂപയും കൊടുത്തു. ഞാനും എൻ്റെ മരുമോനും അതിൽ സൈൻ ചെയ്തു. പിള്ളേർ ഇങ്ങോട്ട് പോകുന്ന എന്നെ അവിടുന്ന് കയറ്റി വിട്ടു. കുഴപ്പമില്ല. അവിടെ ചെന്ന് ഒരു വള്ളിയെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഒരു സ്ത്രീ വന്ന് എന്നെ കൊണ്ടുപോയി അവിടെ ഒരു വീട്ടിൽ കൊണ്ടാക്കി. അവിടെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഭാര്യയും ഭർത്താവും, അയാൾ അവിടുത്തെ കമ്മീഷണർ, ഇവർ അവിടെ ഒരു കട നടത്താണ്, ഒന്നുമില്ല. എൻ്റെ മോളെ പോലെ തന്നെ ഞാൻ അവരെ നോക്കിയതെല്ലാം കുഴപ്പമൊന്നും ഇല്ലാതെ പോയി. 5 മാസം കഴിഞ്ഞു. ഇവർ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയ. അമ്മ വീട്ടിലോട്ട് 1 മാസം നിൽക്കാൻ പോകണമെന്നും പറഞ്ഞിട്ട് അമ്മ വേറെ വീട്ടിലോട്ട് കൊണ്ടുപോയതാണ്. അവിടെ ചെന്ന ഒരു 18 ദിവസം ആയപ്പോൾ കൊച്ചിനെ എന്നെ അവിടെ നിർത്തിയിട്ട് അവർ ഭാര്യയും ഭർത്താവും അങ്ങോട്ട് പോയി. പിന്നെ അവിടെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ അമ്മയുമായിട്ട് എനിക്ക് യോജിച്ച് പോകാൻ പറ്റണില്ല. കുഞ്ഞിനെ ഫുൾ ടൈം നോക്കണം, പിന്നെ വീട്ടിലെ ജോലികൾ ചെയ്യണം, ഇവരുടെ പോര്, അതൊക്കെ കൊണ്ട് എനിക്ക് മനസ്സ് മടുത്തു. ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പെണ്ണ് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് എനിക്കിവിടെ നിൽക്കണ്ട മോനെ, എന്നെ വീട്ടിലോട്ട് വിട്ടേക്കെന്ന് പറഞ്ഞ്. നിങ്ങൾ എന്നെ 1 മാസത്തേക്കെന്ന് പറഞ്ഞല്ലേ ഇവിടെ കൊണ്ടുവന്നു, നമ്മുടെ വീട്ടിലാണെങ്കിൽ ഞാൻ നിൽക്കുക, ഈ വീട്ടിൽ എനിക്ക് നിൽക്കണ്ട, എന്നെ വീട്ടിലോട്ട് വിട്ടേക്കാം. എനിക്ക് തൊണ്ട ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് എനിക്ക് കാൽസ്യം കുറഞ്ഞു പോകണ ഒരു പ്രശ്നമുണ്ട്. മരുന്ന് നാട്ടിൽ നിന്ന് പിള്ളേർ അയച്ചു തന്നെയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ചിലവ് കൂടി, അയക്കാൻ പറ്റണില്ല കൊച്ചുങ്ങൾക്ക്. അപ്പം അവർ മരുന്ന് വാങ്ങിത്തരില്ലെന്ന് പറഞ്ഞ്, മരുന്ന് വാങ്ങിത്തരില്ല. പിന്നെ ശമ്പളമാണെങ്കിൽ 25,000 രൂപയെ തന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 25,000 രൂപ നാട്ടിൽ ഈ പണി ചെയ്താൽ കിട്ടും, ഇവിടെ വന്ന് ഇത്ര കഷ്ടപ്പെടണ്ട, എനിക്ക് ഇവിടെ നിൽക്കണ്ട, മരുന്നും കൂടി അതിൽ നിന്ന് വാങ്ങിച്ചാൽ പിന്നെ 22,000 രൂപയുള്ളൂ എനിക്ക്, അപ്പം ഞാൻ ഇവിടെ നിൽക്കണില്ല എന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല,
2 ലക്ഷം രൂപ ഈ രവിചന്ദ്രന് കൊടുത്തിട്ടാണ് അവരെന്നെ അവിടെ എടുത്തിരിക്കണേന്ന് പറഞ്ഞു. അത് തരാതെ പറ്റത്തില്ല, 2 ലക്ഷം രൂപ തന്നെ, അല്ലെങ്കിൽ പുതിയ ആളെ റീപ്ലേസ്മെന്റ് ചെയ്തെങ്കിൽ മാത്രമേ എന്നെ വിടുള്ളൂ എന്ന് ഇയാൾ പറഞ്ഞു. അത് ഡിസംബറിലാണ് പറയണം. ഡിസംബറിൽ ഇവിടെ ഇനി നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്നെ വേറെ വീട്ടിൽ വിട്ടോന്ന് പറഞ്ഞു ഞാൻ. അപ്പോഴാണ് ഈ കമ്മീഷണർ ഇയാൾ പറഞ്ഞു, രവിചന്ദ്രനെ വിളിച്ചപ്പോൾ രവിചന്ദ്രൻ പറഞ്ഞു, ഇല്ല ഞാനിവരുടെ ഏജന്റ് അല്ലേ, എനിക്കിവരെ അറിഞ്ഞൂടാന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു എന്നെ കൊണ്ട് എമിഗ്രേഷനിൽ എവിടെയോ കൊണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അപ്പോഴാണ് ഞാൻ വീട്ടിലോട്ട് വിളിച്ച് പറയണം. വീട്ടിലോട്ട് വിളിച്ച് പറയണതിന് മുന്നേ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വേൾഡ് മലയാളി സർക്കിൾ എന്ന് പറഞ്ഞ ഒരു ഇതിൽ കൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട്, ഞാൻ മലേഷ്യ വന്ന് ഇങ്ങനെ പെട്ടു, എനിക്ക് മരുന്നില്ലെങ്കിൽ എൻ്റെ കാര്യം എല്ലാം കഷ്ടവും, എമിഗ്രേഷൻ എവിടെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ലല്ലേ, എവിടെയെങ്കിലും പോയി ഞാൻ നിന്നാൽ മരുന്നില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം ആരെങ്കിലും മലേഷ്യയിൽ ഉള്ളവരുണ്ടോ ഇങ്ങനെ എന്താന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കുറേ ആളുകൾ വിളിച്ചു. അങ്ങനെയാണ് സാറിനെ എനിക്ക് പരിചയം വന്നത്. വേറെ ആളുകളാണ് എനിക്ക് സാറിനെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ അവിടുത്തെ എംബസിയിലുള്ള ഒരു സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ശാലിനി ഞാൻ പറഞ്ഞു എന്നെ പോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അവർ തന്നെ നോർക്കയുടെ ഒരു അഡ്വക്കേറ്റിനെ വിളിച്ച് പറഞ്ഞു. സാറ് വിളിച്ചപ്പോഴാണ് ഇയാൾ പറയണ വിടാൻ പറ്റില്ല, വിടണമെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കണം, അല്ലെങ്കിൽ പുതിയ ആളെ കൊടുക്കണം, അല്ലാതെ എന്നെ വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും ഞാൻ ഒരു 6 മാസവും കൂടി നിന്ന്. 6 മാസം കഴിഞ്ഞ് മെയ് 2-ാം തീയതി എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേച്ചി പിന്നെ അപ്പോഴേക്കും അവിടെ പൊതുമാപ്പ് തുടങ്ങി. പെർമിറ്റ് ഇല്ല, ഞങ്ങൾക്ക് പെർമിറ്റ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഫൈൻ അടച്ചു പോകണം. മലേഷ്യയിൽ പൊതുമാപ്പ് തുടങ്ങി 500 റിങ്കിറ്റ് അടിച്ചിട്ട് അവിടെ പെർമിറ്റ് ഇല്ലാതെ നിൽക്കണവർക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ 500 റിങ്കിറ്റ് എൻ്റെ കൊടുത്തോ, ഞാൻ കൊടുത്തിട്ട് പൊയ്ക്കോളാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി 2 ദിവസം കൊണ്ട് വീട്ടിൽ പോകാം, 500 കൊടുക്കേണ്ടടുത്ത് 1500 കൊടുക്കണം എന്ന് പറഞ്ഞു, 1 മാസത്തെ ശമ്പളം. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തോ, 2 ദിവസം കൊണ്ട് പോകാമല്ല, ടിക്കറ്റ് വീട്ടിൽ നിന്ന് മോളെ കൊണ്ട് എടുപ്പിക്കുവാന്ന് ചോദിച്ചു. അപ്പം എടുക്കാന്ന് പറഞ്ഞു, കാരണം പിള്ളേർക്ക് എങ്ങനെയെങ്കിലും ഞാൻ വന്നാൽ മതി എന്നായി. അപ്പം എടുക്കാന്ന് പറഞ്ഞ് എല്ലാം ശരിയാക്കി മെയ് 2-ാം തീയതി ഇവിടെ നിന്ന് എന്നെ കൂട്ടിയിട്ട് പോയി. പിന്നെ 2 ദിവസം കൊണ്ട് പോകാന്ന് പറഞ്ഞ് ഞാൻ 1 മാസം ശമ്പളവും ഇല്ല, ജോലിയില്ല, ഒരിടോ എനിക്ക് നിൽക്കാനില്ലാണ്ട് ഏതോ ഒരു തമിഴന്മാരുടെ വീട്ടിൽ കൊണ്ട് ആക്കിയിട്ട് അവിടെ കഷ്ടം. ഇവർ രാത്രി ആകുമ്പോൾ കള്ളുകുടിയും ബഹളവും, നമുക്ക് അവിടെ ഒന്നും പറ്റില്ല. രാത്രി നേരം വെളുക്കണവരെ ഇവർ നല്ല ഒച്ചപ്പാടും തെറിയൊക്കെ ഇരിക്കും, നമ്മൾ അത് നോക്കി അവിടെ ഇരിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഞാൻ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിച്ചാകും എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു ദിവസം ഞാൻ അവിടെ ഇരുന്നിട്ട് എംബസിയിലോട്ട് ഒരു ടാക്സി പിടിച്ച് ഞാൻ ഓടിപ്പോയി. എംബസിയിൽ പോയി പറഞ്ഞു, പരാതി കൊടുത്തു. അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു, ഇവിടെ നിന്നോന്ന് പറഞ്ഞു. പക്ഷെ മരുന്നും ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്ന് ഇപ്പം തന്നെ ഈ തമിഴൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇവിടെ നിന്ന് രവിചന്ദ്രനെതിരായിട്ട് അപ്പം തന്നെ നാട്ടിൽ പിള്ളേർ കളക്ടർക്ക് പരാതി കൊടുത്തു, എല്ലായിടത്തും പരാതി കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴേക്കും ഇയാളെ പോലീസിൽ നിന്ന് വിളിച്ചല്ലോ. അപ്പോഴേക്കും അയാൾ പറഞ്ഞ്, രവിചന്ദ്രനെതിരായിട്ട് എന്തെങ്കിലും പോയാൽ ശാലിനി പിന്നെ ഇന്ത്യ കാണൂല എന്ന് പറഞ്ഞു. ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, പൂട്ടിക്കളയും എന്ന് പറഞ്ഞു. അവർ പിറ്റേ ദിവസം അന്ന് തന്നെ അവർ വീട് പൂട്ടിയിട്ടു, ഇനി ഞാൻ പുറത്ത് ചാടി പോവാതിരിക്കാൻ വേണ്ടി. അപ്പോഴാണ് ഈ നീതുമോളുടെ കാര്യം പറയണത്. നീതുമോളെ കൊണ്ടുപോയത്, ഞാൻ നേരെ മലേഷ്യയിൽ പോയി ഇറങ്ങിയതാ. നീതുമോളെ ബാങ്കോങ്ങിൽ കൊണ്ടുപോയി ഇറക്കിയിട്ട് ടൂറിസ്റ്റ് വിസയിൽ കൊണ്ടുപോയതാ. അവിടുന്ന് പിന്നെ വള്ളത്തേൽ മൂടിയിട്ട് കൊണ്ടുപോയി, വലയിട്ട് മൂടി ഒരു വഞ്ചിയിൽ കൊണ്ടുപോയി തായ്ലാൻഡിൽ കൊണ്ടുപോയി ഇറക്കി. അവിടുന്ന് പോലീസ് വന്നെന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്ന്. അങ്ങനെ ഒരു 4-5 തവണ അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടിൽ കുറേ 25 പേരുണ്ടായിരുന്നു. അവർ ചെന്നൈയിൽ നിന്നാണ് കൊണ്ടുപോയ ഒരു 25ഓളം പേരെ ഒരു ഗോഡവണിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല, ടോയ്ലറ്റും ഇല്ല, ഒന്നുമില്ലാതെ ഒരു സ്ഥലത്ത് കൊണ്ട് അവളെ കുറേ ഇട്ടിരുന്നു. പിന്നെ കൊണ്ടുപോയി ആക്കിയ ഒരു അവിടുത്തെ ഡെത്തോ എന്ന് പറയുന്ന ഒരാൾ പൊളിറ്റീഷ്യനാണ്, അയാളുടെ വീട്ടിലാണ് അവളെ കൊണ്ടാക്കിയ. അവിടെയാണെങ്കിൽ പണി മാത്രമേ ഉള്ളൂ, രാവിലെ തുടങ്ങിയ പണി രാത്രി 4 മണിയായാലും അവൾക്ക് പണി കഴിയൂല. അവിടുന്ന് അവളെ കൊണ്ടുവരാന്ന് പറഞ്ഞ് ഞങ്ങൾ പോയിട്ട് ആ ഓണർ അവളെ പിടിച്ച് തല്ലുകയും ചെയ്ത് ഫോണും വാങ്ങിച്ചെടുത്ത് ഇപ്പോഴും വിളിച്ചാൽ കിട്ടില്ല. 4 മാസമായിട്ട് ശമ്പളവും കിട്ടിയിട്ടില്ല. അവിടെ ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് അവിടുന്ന് പൈസ ഇവരുടെ കയ്യിലായിപ്പോയല്ലോ. 1500 രൂപ കൊടുത്തായിരുന്നു ഫൈൻ അടയ്ക്കാൻ. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സാറ് എനിക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് ജൂലൈ 1-ാം തീയതി അപ്പോയിൻമെന്റ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവര് എൻ്റെ അടുത്ത് 2 ദിവസം കൊണ്ട് പോകാന്ന് പറഞ്ഞിട്ടല്ലേ. പിന്നെ ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു ബഹളം വെച്ചൊക്കെ അവരെന്നെ ഇങ്ങോട്ട് ജൂണിൽ വിട്ടു. പിള്ളേര് ടിക്കറ്റ് നീതു അവിടെ ഉണ്ട്. നീതു അവിടെ
ഡമാൻസർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. എവിടെ? ഡമാൻസർ മലേഷ്യയിൽ. മലേഷ്യയിലുണ്ട്. ചന്ദ്രൻ അവിടുത്തെ മധുരയിൽ. മധുര തമിഴനാ? തമിഴ്. ഇവിടെ വന്ന് ഞങ്ങൾ എല്ലായിടത്തും പരാതി കൊടുത്തു. പക്ഷെ അയാൾ ഇതുവരെ ഒരു സ്റ്റേഷനിൽ വന്നിട്ടില്ല. അയാൾ പറഞ്ഞ അയാൾക്ക് പേടിയില്ല, നിങ്ങൾ എന്ത് വേണേ ചെയ്തോ, എനിക്ക് പേടിയില്ല. ആവശ്യത്തിൽ കൂടുതൽ സ്വാധീനമുള്ള രവിചന്ദർ നിങ്ങൾക്ക് ഈ പാവപ്പെട്ട സ്ത്രീകളെ മലേഷ്യയിൽ കൊണ്ടുപോയി വിൽക്കാൻ ഇന്ന് കഴിയും. ആ ഒരു ലോക പരിതസ്ഥിതിയാണെന്നുള്ളത് എന്ന കാര്യത്തിൽ ഞാൻ സംശയമില്ല. പക്ഷെ ഇതിനൊരു അന്ത്യം ഉണ്ടാവും രവിചന്ദർ, ഒരു സംശയവും വേണ്ട. എന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കിതിന് മറുപടി പറയേണ്ടി വരും ലോക മനസ്സാക്ഷിയോട്. ഒരു സംശയവും വേണ്ട. നീതുവിനെ കഴിയുന്നതും വേഗം നാട്ടിലെത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടിയുമായിട്ട് ഞങ്ങൾക്ക് പോകേണ്ടി വരും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഇവിടുന്ന് നമ്മളുടെ ന്യായമായി ജീവിക്കുന്ന പെൺകുട്ടികളെ കൊണ്ടുപോയി വിറ്റ് കാശാക്കി അവരെ ദുരിതത്തിലാക്കിയിട്ട് നാട്ടിൽ മാന്യമായിട്ട് ജീവിക്കുക. അത് നടക്കില്ല. കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ നിങ്ങളെ പോലീസ് അന്വേഷിക്കും. കേരള പോലീസ് അന്വേഷിക്കും. ഒരു സംശയവും വേണ്ട. കേരള പോലീസ് നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും പൊക്കും. രവിചന്ദറിനുള്ള പരാതി, എതിരായിട്ടുള്ള പരാതിയാണ് പ്രവാസ ലോകത്തിലൂടെ ഞാൻ ഉന്നയിക്കുന്നത് എന്ന് കേരള പോലീസിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരള പോലീസിനോട് ഞങ്ങൾ വെക്കുന്ന പരാതിയാണ് രവിചന്ദറിനെ ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുന്ന നിയമ നടപടികൾ അയാൾക്കെതിരെ സ്വീകരിക്കണമെന്ന് പറയുന്നത്. ഒരു സംശയമില്ല. നീതു എന്ന് പറഞ്ഞ ഇവിടെ അധ്വാനിച്ച് ജീവിതം കൊണ്ടുപോയിരുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ അവിടെ കിടന്ന് നീറുകയാണ്. ഇത് പുതിയ മനുഷ്യക്കടത്തിന്റെ പുതിയ മുഖങ്ങൾ തുറക്കുകയാണ് ലോകത്ത്. അത് കേരളത്തെ പെടുത്തണ്ട എന്നാണ് എനിക്ക് പറയാൻ അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ പ്രവാസികൾ പ്രബുദ്ധരാണ്. കേരളത്തിലെ കുടിയേറ്റക്കാർ പ്രബുദ്ധരാണ്. ഞങ്ങൾക്കറിയാം. എന്നിട്ടും ഞങ്ങൾ ചതിയിൽ പെടുന്നുണ്ട് ശാലിനിയെ പോലെ. അത് ഇത്തരത്തിലുള്ള വലിയ ഒരു വർത്തമാനത്തിൽ നിന്നാണ് പെട്ടുപോകുന്നത്. വിശ്വാസ്യതയുള്ള, നമ്മളോട് ഏറ്റവും കൂടുതൽ ആദരവ് കാണിക്കുന്ന രീതിയിൽ ചതിയിൽ ഏർപ്പെടുത്തി കൊണ്ടുപോവുക ചെയ്തത് ശാലിനിയൊക്കെ. ഒരു കാരണവശാലും ഇതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. നീതുവിനെ അടിയന്തരമായി നാട്ടിലെത്തിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ പോലീസുകാരോട് അഭ്യർത്ഥനയായി പറയാനുള്ള ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒരു തരത്തിലും അവർക്ക് ഒരു രക്ഷപ്പെടാൻ പഴുതില്ലാത്ത നിലയിൽ നിയമ നടപടികളുമായി അവരെ നിങ്ങൾ നേരിടണമെന്നാണ്. ഒരു സംശയമില്ല. നീതു തിരിച്ചു കേട്ടാ.